ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം റെഡിയായി നമ്മൾ പോവാണ്. അപ്പോൾ ഇന്ന് ചേച്ചീൻ്റെ അവിടേക്ക് പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ചേച്ചീൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇന്ന് 2 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ തനിക്കുട്ടിയും കുഞ്ചും ഒക്കെ റെഡിയായി ഇതാ നടക്കുകയാണ്. അപ്പോൾ പിന്നെ പുറകെ ഞങ്ങളും വന്നു. പിന്നെ നമ്മളിതാ വേഗം വണ്ടീൻ്റെ അടുത്തേക്ക് നടന്ന് വേഗം വണ്ടിയിലൊക്കെ കയറി ഇതാ ചേച്ചീൻ്റെ വീട്ടിലെത്തി. പിന്നെ ചേച്ചീൻ്റെ വീട്ടിലെത്തി എല്ലാവരും ഒരുക്കമായിരുന്നു. വേഗം വേഗം ഒരുങ്ങി നമ്മൾ ആദ്യം കാരാപ്പുഴയ്ക്കാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പൂക്കുഴിക്ക്. ഇപ്പോൾ സമയം ഒരു 1 മണിയൊക്കെ ആയി. പിന്നെ ഇതാ വേഗം എല്ലാവരും റെഡിയാവുന്നുണ്ട്. ഈ തനിക്കുട്ടി എൻ്റെ താഴെ നിന്നിട്ട് എൻ്റെ ഡ്രസ്സിങ്ങനെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ താഴേക്ക് നോക്കുന്നത്. അപ്പോൾ അവൾ താഴെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കളിക്കുകയാണ്. അപ്പം നമ്മളിതാ കാരാപ്പുഴ എത്തി. അപ്പോൾ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും അവിടെ സ്ഥലമില്ലായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഒരു ഗ്യാപ്പിൽ വണ്ടിയൊക്കെ വെച്ചു. നമ്മളിതാ വേഗം പിന്നെ പിള്ളേർക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ വേഗം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വേഗം ഉള്ളിൽ കയറി. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ തനിക്കുട്ടി എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവളുടെ വീഡിയോ കണ്ടിട്ട് എന്നെയും എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളെന്നോട് ക്ഷമിക്കണം ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും എന്നോട് ക്ഷമിച്ചേ പറ്റൂ. അങ്ങനെ നമ്മളത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് താഴേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഗാർഡനിൽ കൂടെയൊക്കെ നടന്നു. പിന്നെ അപ്പുറത്ത് കുറേ റൈഡുകളുണ്ട് ഗൈസ്. അപ്പോൾ റൈഡിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും വേഗം വേഗം പോകുന്നത്. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാൻ ഞാൻ ആദ്യം ക്യാമറയാണ് ഓണാക്കിയത്. പക്ഷേ പിന്നെയാണ് മനസ്സിലത് വീഡിയോ ആണ്. പിന്നെ അതാട്ടോ ആ ഫോട്ടോ. പിന്നെ ഇവിടെ നല്ല പൂക്കളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ സൈഡാണ് കുറേ റൈഡുകളൊക്കെ ഉള്ളത്. അവിടെ പിന്നെ കയറുന്നതിന് ഒരാൾക്ക് 300 രൂപ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളതിൽ ഞാൻ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്നെ കളിയാക്കാണ് ഗൈസ്. ഞാൻ കയറിയാൽ പേടിച്ച് മൂത്രമൊഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ കളിയാക്കി ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല. പിന്നെ ഞങ്ങളതിലേക്ക് നടന്നു. അപ്പോൾ ഞങ്ങൾ ഈ നോക്കി നിൽക്കുന്നൊരു സംഭവമുണ്ട്. അത് നന്നായി ഉയരത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ കറങ്ങി 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 താഴേക്ക് വരും. അതുകൊണ്ടാണ് നമുക്ക് പേടിയാവും. അതിൽ നിന്ന് എല്ലാവരും കാറിലും കൂവലും ഒച്ചപ്പാടും ബഹളമായിരുന്നു. പിന്നെ നമ്മളിതാ ഇങ്ങനെ നടന്ന് കുറേ നേരം താഴെ നിന്ന് അത് മേലേക്ക് നോക്കി കുറേ നേരം നിന്നു. പിന്നെ അവരുടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. ഇതാണ് ഗൈസ് ആ സംഭവം. ഇതിങ്ങനെ മേലേക്ക് പോവും, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ താഴേക്ക് വരും. പിന്നെ കുറച്ച് മേലേക്ക് പോവും, പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ താഴേക്ക് വരും. പിന്നെ ഒറ്റ വരുത്താ താഴേക്ക്. പിന്നെ അവിടെ നിന്ന് ആൾക്കാരുടെ ഒച്ചപ്പാടും ബഹളവും. പിന്നെ നമ്മളടുത്തതായി ഇവിടെ വന്നിട്ട് ഈ സംഭവം കൊണ്ട് ഇതിലും കയറണം എന്ന് പറഞ്ഞു. പിന്നെ ആരും കയറിയില്ല. പിന്നെ നമ്മൾ അതും കുറച്ച് നേരം നോക്കി നിന്ന് ഇതിലെ കൂടെ ഇങ്ങനെ നടന്നു. ആ കറങ്ങുന്ന സംഭവത്തിലൊന്നും ആരുമില്ല, അത് കുട്ടികളുടെയാണ്, അതിലാരുമില്ല. പിന്നെ അതൊക്കെ കണ്ടു. അടുത്തത് വന്നപ്പോൾ ഇതും ഇതിങ്ങനെ പൊക്കിക്കൊണ്ടുപോകുന്നു, ഇടുന്നു. ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ തീരെ കയറിയില്ല. പിന്നെ അതും കുറച്ച് നേരം നോക്കി നിന്നു. ഇതാണ് ഗൈസ് ആ സംഭവം. പിന്നെ നമ്മൾ പിന്നെയും നടന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു ഐസ്ക്രീം പാർലറുണ്ട്. അപ്പോൾ അത് ലക്ഷ്യം വെച്ചാണ് ഈ നടത്തം. പിന്നെ അവിടെ ചെന്ന് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങി. നമ്മൾ ഇരിക്കാനൊരു സ്ഥലമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു മരത്തണലിൽ പോയിരുന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്നു, അടിപൊളിയാക്കി. പിന്നെയാണ് നമ്മൾ ഡാം സൈറ്റിലേക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് നേരെ ഡാമിലേക്ക് പോയി. ഡാമിൻ്റെ അവിടെയൊക്കെ കണ്ടു. ഇവിടെ പിന്നെ വൈകുന്നേരമായ അടിപൊളിയാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ വെയിലിൻ്റെ ഒരു ചൂടുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പിന്നെ അധികം എൻട്രി ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ തനിക്കുട്ടി എൻ്റെ മേത്ത് നിന്ന് ഇറങ്ങി. പിന്നെ അവൾ താട്ടൻ്റെ കൂടെ നടപ്പായിരുന്നു, കൈയൊക്കെ പിടിച്ച്. അതുകൊണ്ട് പിന്നെ കുറച്ച് സമാധാനത്തിൽ ഞാൻ ഫ്രീ ആയി നടന്നു. പിന്നെ അവരുടെ നടത്തായിരുന്നു. പിന്നെ അവന് പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ അവരായി അവരുടെ പാടായി. പിന്നെ ഇവർ രണ്ടുപേരും നമ്മൾ ശല്യം ചെയ്യാതെ നമ്മളൊരു മുലയ്ക്ക് നമ്മളൊന്ന് നടന്നു.
പിന്നെ ഞാനും കുഞ്ഞിനെയും കുറേ പൂവും കമ്പും ചവറൊക്കെ പറിച്ച് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. വൈകുന്നേരം ആകുമ്പോൾ ഒടുക്കത്തെ തിരക്കാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ പൂപ്പൊലിയിലേക്ക് പോകാൻ. അവിടെ ചെല്ലുമ്പോൾ തിരക്കോട് തിരക്ക്. പിന്നെ എങ്ങനെയൊക്കെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിതാ പൂപ്പൊലിയിലേക്ക്. അങ്ങനെ നമ്മൾ പൂപ്പൊലിയിലേക്ക് കയറി ഗൈസ്. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. നല്ല തിരക്കുള്ളത് കൊണ്ട് അധികമൊന്നും കാണാൻ പറ്റിയില്ല. ആൾക്കാർ നമ്മളെ ഉന്തി അപ്പുറത്തെത്തിക്കായിരുന്നു. പിന്നെ ഞാൻ നിന്ന സൈഡ് ഇതാ ഗൈസ്, ഈ നല്ല അടിപൊളി പൂക്കളാണ്. കട്ട 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 പോലെ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ അമ്മ, ഈ കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. എൻ്റെ അമ്മേ, നമുക്ക് പറിക്കണം പറിക്കണം എന്നിങ്ങനെ തോന്നും, പക്ഷെ സമ്മതിക്കില്ല. ഇതാ ഈ ചേച്ചിയും അപ്പുറത്തെ ക്യാമറയും ഉണ്ട്. പൂ പറിക്കാനുള്ള ആഗ്രഹമൊക്കെ മനസ്സിലൊതുക്കി നമ്മളിതാ പൂവും കണ്ട് കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇത് പിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഒരു പൂവിൻ്റെ അടുത്ത് തന്നെ 3-4 പൂക്കളിങ്ങനെ വിരിഞ്ഞിട്ട് കട്ട കട്ട പോലെയായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതാ കുറച്ചും കൂടി മുമ്പോട്ട് വന്നപ്പോൾ ഇതാ നല്ല തിരക്കാണ്. അപ്പുറം സൈഡിലുള്ള പൂവൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല, തിരക്കുള്ളതുകൊണ്ട്. പിന്നെ ഒരു നടത്തായിരുന്നു ഗൈസ്. പിന്നെ ഇതാ കണ്ട വഴിക്കൂടിയും എല്ലാം നമ്മൾ ഈ നടത്തം തന്നെയായിരുന്നു. നമ്മൾ നടന്ന സൈഡ് വലിയ ചെടികളൊന്നും ഇല്ലായിരുന്നു കാണാൻ, ഫുൾ ഇപ്പുറത്തായിരുന്നു. പിന്നെ ഇതാ ആ ഗ്യാപ്പിൽ കൂടെ പോയി മെല്ലെ ആ ചെടീൻ്റെ ഒരു ഫോട്ടോയും ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ മെല്ലെ വന്നു. അങ്ങനെ ഇപ്പോൾ സൂര്യകാന്തിയൊന്നും അധികം വിരിഞ്ഞില്ല, വിരിയാനാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ 1-2 സെൽഫികളൊക്കെ എടുത്തു. ഒരു റൗണ്ട് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും രാത്രിയായി. പിന്നെ ഇതാ ഇതിൻ്റെ ചുവട്ടിൽ കൂടെ ഒക്കെ കുറേ നടന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തായിരുന്നു മുളക് ബജിയും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും സമയം പോയി 10 മണി 11 മണിയൊക്കെ ആയി. പിന്നെ ഇതാ നമ്മുടെ ഈ ലൈറ്റിട്ട ഈ വഴി കൂടെ ഒക്കെ നടന്നു. ഇവിടെ നിന്ന് 1-2 ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ തിരിച്ചു. പിന്നെ ആ എക്സിബിഷൻ ഹാളിൽ കയറി ഗൈസ്. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അതേപോലെ തന്നെ ആൾക്കാർ നമ്മളെ പുറത്തെത്തിച്ചു, ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴേക്കും ഇവളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. പിന്നെ മെല്ലെ അവിടെ നിന്ന് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചപ്പോൾ അവളുടെ ഫോട്ടോ തന്നെ കണ്ടപ്പോൾ അതെടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഇപ്പുറത്തെത്തിയപ്പോഴത്തേക്കും പൂപ്പൊലിൻ്റെ ബ്ലോക്ക്. പിന്നെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും രാത്രിയായി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.